ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തെ റേഷൻ വിതരണവും അതോടൊപ്പം തന്നെ പ്രധാനമായി നാളെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ആദ്യം റേഷൻ അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് നാളെ 23-ാം തീയതി മുതൽ ഇനി 5 ദിവസമാണ് റേഷൻ വിതരണം ഔദ്യോഗികമായിട്ട് ഫെബ്രുവരി മാസത്തേത് ഉണ്ടാകുക. കാരണം 28 ദിവസമാണ് ഫെബ്രുവരി മാസത്തിലുള്ളത്. ഈ 28-ാം തീയതി ഞായറാഴ്ചയാണ്. 28-ാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ 27-ാം തീയതി റേഷൻ വിതരണം അവസാനിക്കും. ജനുവരി മാസത്തെ ഭക്ഷ്യകിറ്റിന്റെയും ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളുടെയും വിതരണമാണ് ഫെബ്രുവരി 27-ാം തീയതി അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റേഷൻ വിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഈ ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി മാർച്ച് മാസത്തിൽ ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളും ജനുവരി മാസത്തെ ഭക്ഷ്യകിറ്റും നീട്ടി നൽകിയേക്കാം. അതൊരു ഉറപ്പില്ല. കാരണം ഒരാഴ്ച വരെയൊക്കെ നീട്ടി നൽകാൻ സാധ്യതയുണ്ട്. കാരണം ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളുടെ വിതരണം തുടങ്ങിയത് ഫെബ്രുവരി 8-ാം തീയതി മുതലാണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ഒരാഴ്ചയെങ്കിലും നീട്ടാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഡിസംബർ മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളുടെ വിതരണം ജനുവരി 2-ാം തീയതി വരെ മാത്രമായിരുന്നു. ഒരു ദിവസം മാത്രമാണ് നമുക്ക് അധികമായി നീട്ടി നൽകിയത് എന്ന് ഓർക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷ്യവിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് പോയിട്ട് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. എല്ലാവിധ റേഷൻ കാർഡിനുള്ള ഭക്ഷ്യകിറ്റുകളും ജനുവരി മാസത്തെ ഭക്ഷ്യകിറ്റുകളും റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ 19-ാം തീയതി മുതൽ ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യകിറ്റിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനുവരി മാസത്തെ ഭക്ഷ്യകിറ്റ് വാങ്ങാത്ത ആളുകൾക്ക് 2 ഭക്ഷ്യകിറ്റാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ഭക്ഷ്യകിറ്റ് അവൈലബിൾ ആയി ഈ പോസ്റ്റ് മെഷീനിൽ കാണിക്കുന്നുണ്ട്. ജനുവരി മാസത്തെ കിറ്റ് ഫ്രീ കിറ്റ് എന്നും ഫെബ്രുവരി മാസത്തെ കിറ്റ് സബ് കിറ്റ് എന്നുമാണ് ഈ പോസ്റ്റ് മെഷീനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ലഭിക്കാൻ റേഷൻ കാർഡിന്റെ നിറമോ നമ്പറോ നോക്കേണ്ടതില്ല. ഇത്രയാണ് നാളത്തെ റേഷൻ വിതരണത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യം സ്വർണ്ണവിലയിലേക്ക് തന്നെ വരാം. ഇന്നത്തെ സ്വർണ്ണവില എന്ന് പറയുന്നത് 1 ഗ്രാമിന് 4326 രൂപയും 1 പവന് 34,608 രൂപയുമാണ്. അതുപോലെ തന്നെയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില. ഇന്ധനവില തുടർച്ചയായ 13 ദിവസത്തെ വില വർധനയ്ക്ക് ശേഷം വർധന ഇന്നലെ ഉണ്ടായിട്ടില്ല. വില കുറയുകയും ചെയ്തിട്ടില്ല. അപ്പോൾ നിലവിൽ ഇപ്പോൾ കൂടിയ വില ഇപ്പോൾ നിലനിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് പെട്രോളിന് 92 രൂപക്ക് മുകളിലും കൊച്ചിയിൽ 90 രൂപക്ക് മുകളിലുമാണ് ഇന്നത്തെ ഇന്ധനവില. ഡീസലിന്റെ വില 86 രൂപക്ക് മുകളിലാണ് തിരുവനന്തപുരത്ത്. കരയിപ്പിക്കാൻ ഒരുങ്ങി ഉള്ളി വില കുതിച്ചു ഉയരുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് കിൻഡലിന് 970 രൂപയാണ് വർദ്ധിച്ചത്. 3600 രൂപ ഉണ്ടായിരുന്ന ഉള്ളി വില 4550 രൂപയിലെത്തി. റബ്ബർ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് റബ്ബറിന് താങ്ങുവില 170 രൂപയിലെത്തിക്കുമെന്ന് ഈ ഒരു ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു പ്രഖ്യാപനം നടപ്പിലാക്കുകയാണ്. റബ്ബറിന്റെ താങ്ങുവില 170 രൂപയാക്കി ഉയർത്തി. 80 വയസ്സിന് മുകളിൽ സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 1000 രൂപ അധികമായി നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട അറിയിപ്പുകളായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.